നമസ്കാരം. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ നടൻ ശ്രീനിവാസൻ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിറസാന്നിധ്യത്തിന് മലയാള സിനിമയിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരു മുഖമുദ്ര, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ ആദരാഞ്ജലികൾ. അദ്ദേഹത്തിൻ്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് നേരിട്ട് പരിചയമില്ല, ദൂരെ നിന്ന് കണ്ട ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഥകൾ പല ലേഖനങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയും മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റിനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാം. കയോസ് തിയറി എന്നും അതിന് വേറൊരു പേരുണ്ട്. എന്താണ് ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ്? അതിൻ്റെ പൊരുൾ, ആ തത്വശാസ്ത്രത്തിൻ്റെ പൊരുൾ വളരെ വളരെ ലളിതമാണ്. അതായത് ഇവിടെ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഒരു ചിത്രശലഭം അതിൻ്റെ ചിറകുകൾ അടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അമേരിക്കയിൽ ഒരു ചുഴലിക്കൊടുങ്കാറ്റിന് വരെ കാരണമാവാം എന്നാണ് ഈ പ്രതിഭാസത്തിൻ്റെ ഒരു പൊരുൾ. മറ്റൊന്നുമല്ല, വളരെ ലളിതമായ ഭാഷയിൽ, അതായത് ശ്രീനിവാസൻ സാറിൻ്റെ വളരെ വിഖ്യാതമായ സന്ദേശത്തിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വളരെ ലളിതമായ ഭാഷയിൽ പറയുമ്പോൾ ഒരു ചെറിയ തീരുമാനം പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താം. അതാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. കുറച്ചും കൂടി താത്വികമായി നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പറഞ്ഞു വരുന്നത് പ്രാരംഭ വ്യവസ്ഥകളിന്മേൽ ചില അരേഖീയ വ്യൂഹങ്ങൾക്കുണ്ടാവുന്ന സൂക്ഷ്മമായ ആശ്രയത്വം. വല്ലതും മനസ്സിലായോ? ഇല്ലല്ലോ. ഈ പ്രതിക്രിയാവാദികളും വിഘടനവാദികളും എന്നൊക്കെ പറയണ പോലെ, അതായത് പറഞ്ഞു വരുന്നത് പ്രമേഹ രോഗത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ. ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ് മറ്റേത് രോഗത്തെക്കാൾ പ്രമേഹ രോഗത്തിലാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇങ്ങനെ അറിയേണ്ട ആവശ്യം എന്താ? ശ്രീനിവാസൻ സാറിൻ്റെ തന്നെ ഒരു ജീവിതം മാറി മറിഞ്ഞ ഒരു രീതി നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പല പ്രമേഹ രോഗികളിലും കാണുന്നതാണ് ഈ വൻ മാറ്റങ്ങൾ. കാരണം പ്രമേഹത്തെ നമ്മളെല്ലാവരും സമീപിക്കുന്നത് എങ്ങനെയാണ്? ഒരു ലാബ് റിപ്പോർട്ടായിട്ടാണ്. ആ ലാബ് റിപ്പോർട്ടിൽ ബ്ലഡ് ഷുഗർ കൂടിക്കിടക്കുന്നു, അല്ലെങ്കിൽ HbA1c കൂടിക്കിടക്കുന്നു, അത്രേ ഉള്ളൂ. ഷുഗർ കൂടുതലാണ്, തീർന്നു. അതിനിത്തിരി ഗുളിക കഴിച്ചാൽ അത് മാറിക്കോളും, അത് കൺട്രോൾ ആയിക്കോളും. പിന്നീട് ഷുഗർ നോർമലാവും, HbA1c ഏതാണ്ട് നോർമലാവും, നമ്മളെല്ലാവരും ഹാപ്പി. പക്ഷെ ഈ ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ മറക്കുന്നു. ഈ കൂടിക്കിടക്കുന്ന ബ്ലഡ് ഷുഗർ വരുത്തിയിരിക്കാവുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ വരുത്താൻ കാരണമാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ വിസ്മരിക്കുന്നു. നമ്മളതൊന്ന് കാണാതെ പോകുന്നു. പലപ്പോഴും ലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ചെറിയ മാറ്റം, ഈ ബ്ലഡ് ഷുഗറിൽ വരുന്ന ചെറിയ മാറ്റം, അതായത് HbA1c 6% നിന്ന് അല്ലെങ്കിൽ 6.5% നിന്ന് വെറും 7.5%, അതായത് 1% വർധനവ് മാത്രം നിങ്ങളുടെ ശരീരത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നവയാണ്. തല മുതൽ കാല് വരെ എല്ലാ കോശത്തിനെയും അത് ബാധിക്കും. എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വിശദീകരിക്കാം. ഇതും ഇതിന് ശേഷം വരുന്ന വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. അതിൽ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. ഇപ്പം ഇതിൽ ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. കയോസ് തിയറി എന്നും ഇതിന് പറയുന്നുണ്ട്. കയോസ് തിയറി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇത് തന്നെയാണ്. മറ്റൊന്നുമല്ല, ഒരു ചെറിയ മാറ്റം, വളരെ ചെറിയ തീരുമാനം പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പ്രമേഹത്തിന് വെറും ഒരു ബ്ലഡ് ഷുഗർ വർധനവ് എന്നുള്ളതിലുപരി ഏറ്റവും ചെറിയ കോശങ്ങൾ, പ്രധാനമായിട്ടും രക്തധമനികളെ ബാധിക്കുന്ന ഒരു രോഗമായിട്ട് തന്നെ കാണണം. എന്ന് വെച്ചാൽ രക്തധമനികൾ എവിടെയൊക്കെ ഉണ്ടോ, അതായത് എല്ലായിടത്തും, ശരീരത്തിൽ എല്ലാ കോശങ്ങളിലേക്കും രക്തയോട്ടമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രക്തധമനികളെ ബാധിക്കുന്ന ഒരു രോഗമെന്ന് അതിനെ വീക്ഷിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാവും: എല്ലാ കോശത്തിനെയും അത് ബാധിക്കും. എന്നാൽ ചില കോശങ്ങളോട് ഈ പ്രമേഹത്തിന് ഒരു പ്രത്യേക പ്രേമമുണ്ട്, ഒരു പ്രത്യേക പ്രണയമുണ്ട്. ഏതാണ് ഈ കോശങ്ങൾ? കണ്ണ്, ഹാർട്ട്, കിഡ്നി, കാൽപാദങ്ങൾ. അതിൽ ഏറ്റവും നാടകീയമായിട്ട് കാണപ്പെടുന്നത് കാൽപാദങ്ങളില്ല. കാൽപാദങ്ങളിൽ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ
നാടകീയമായി ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ആഴ്ചകൾ കൊണ്ട് വളരെ വലിയ മാറ്റങ്ങളാണ് കാൽപാദങ്ങളിൽ കാണാറുള്ളത്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഏതാനും കേസുകൾ, അതിൽ ഈ വ്യക്തികൾക്ക് വെറും 2-3 ദിവസങ്ങൾക്കുള്ളിലാണ് കാൽപാദത്തിൻ്റെ വിരലിൻ്റെ നിറം മാറിയത്. വെറും 2 ദിവസങ്ങൾക്കുള്ളിൽ ഒരാളുടെ ഒറ്റ രാത്രിക്കുള്ളിലാണ്. കാരണം എന്തുകൊണ്ടാണ് ഒറ്റ രാത്രിക്കുള്ളിൽ മാറിയതെന്ന് ഇത്രയും നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ സാധിക്കുക? ഈ വ്യക്തി ഞാൻ പറഞ്ഞത് അനുസരിച്ച് എല്ലാ ദിവസവും ഇതിൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു. ഈ ഫോട്ടോസിൻ്റെ സീരീസ് എൻ്റെ കയ്യിലുണ്ട്. ഒറ്റ രാത്രിക്കുള്ളിലാണ് അതിന് നിറവ്യത്യാസം കണ്ടു തുടങ്ങിയത്. അന്ന് തന്നെ വരാൻ പറഞ്ഞു, പക്ഷെ അതിന് വരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അടുത്ത ദിവസം വന്നു. അപ്പോഴേക്കും ആ വിരലിലേക്കുള്ള രക്തയോട്ടം ഏതാണ്ട് പൂർണ്ണമായിട്ട് നിലച്ച രൂപത്തിലായിരുന്നു. അതിനാണ് ഗാംഗ്രീൻ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഗാംഗ്രീന് ഉണ്ടാവുന്നത് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടല്ല, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഗാംഗ്രീൻ ഉണ്ടാവാം. കാരണം മസിൽ ഇസ്കീമിയ ടൈം എന്ന് പറയും. ഒരു മസിലിന് എത്ര നേരത്തേക്ക് രക്തയോട്ടം പൂർണ്ണമായിട്ടും നിലച്ചതിന് ശേഷവും ജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ സാധിക്കും? 2 മണിക്കൂർ, ഏരിയയുടെ 2.5 മണിക്കൂർ. ഓഫ് കോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ മസിൽ, ഏത് മസിലാണെന്നുള്ളതനുസരിച്ചിരിക്കും. പക്ഷെ ശരാശരി 2-2.5 മണിക്കൂറാണ് ഒരു മസിലിന് പൂർണ്ണമായിട്ടും രക്തയോട്ടം വിച്ഛേദിച്ച രീതിയിൽ ജീവൻ നിലനിർത്താൻ സാധിക്കുക. 2.5 മണിക്കൂറിന് ശേഷം ആ മസില് ദ്രവിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ചീഞ്ഞു തുടങ്ങും, അല്ലെങ്കിൽ ശോഷിച്ചു തുടങ്ങും എന്ന് മാത്രമല്ല, അത് നിർവീര്യമായി പോകും, അല്ലെങ്കിൽ അതിന് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ആ മസിൽ ചത്തുപോകും എന്ന് തന്നെ പറയാം. ആ മസിലിനെ പിന്നീട് നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യമല്ല, അങ്ങനെ പോയ മസിൽസ്. പിന്നെ നമ്മുടെ കാഴ്ചയ്ക്ക് വേണ്ടി കൊള്ളാം, ആ വിരൽ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ കാൽപാദം അവിടെ ഉണ്ട് എന്ന് പറയാൻ മാത്രമേ അതവിടെ ഉണ്ടാവുള്ളൂ. അതിന് ചലനശേഷി ഉണ്ടാവില്ല, അതിന് പ്രവർത്തനശേഷി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ബട്ടർഫ്ലൈ ഇഫക്റ്റ് നമ്മളെപ്പോഴും പ്രമേഹ രോഗത്തിൻ്റെ കാര്യത്തിൽ ഓർമ്മ വെക്കേണ്ടത്. പ്രമേഹ രോഗത്തിൻ്റെ മാത്രമല്ല, പല ലൈഫ് സ്റ്റൈൽ ഡിസീസസിനും ഇത് ബാധകമാണ്. ഈവൻ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന അസുഖത്തിന്, ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ ആകെ ഇങ്ങനെ ഒരു കഫ് കയ്യിൽ ചുറ്റിയിട്ട് നമ്മൾ പീച്ച് നോക്കുമ്പോൾ കൂടിക്കിടക്കുന്ന മെർക്കുറി കോളം ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയായിട്ട് മാത്രമേ പലരും കാണാറുള്ളൂ. കാരണം അതിന് ലക്ഷണങ്ങളൊന്നുമില്ല. ലക്ഷണങ്ങളൊന്നുമില്ലാത്തത് രോഗമല്ല എന്ന് കരുതുന്ന ഒരു മൂഢ വിശ്വാസം നമുക്കുണ്ട്. എന്നാൽ ഈ പറയുന്ന രോഗങ്ങൾക്കൊന്നും ലക്ഷണമില്ല എന്നുള്ളത് തന്നെയാണ് അതിനെ ഏറ്റവും വലിയ അപകടകാരികളാക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഒന്ന് ChatGPT അടിച്ചു നോക്കുക. വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത്, ഒരു തത്വശാസ്ത്രമാണ്. ഇത് പ്രമേഹത്തിനോ അല്ലെങ്കിൽ ഈ ജീവിതശൈലി രോഗത്തിനോ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ഇത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തോന്നും അമേരിക്കയിൽ ട്രംപ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അത് നമ്മളെങ്ങനെ ബാധിക്കാനാണ്? തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് മൂലയിലും നടക്കുന്ന ഒരു പ്രതിഭാസവും എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കും. കൂടിയോ കുറഞ്ഞോ അത് നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ശരീരത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഈ പ്രമേഹമാണ് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം. അപ്പോൾ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്ന, അടുത്ത വീഡിയോയിലൂടെ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പ്രമേഹ രോഗികളിലും മറ്റുള്ളവരിലും പ്രമേഹം ഇല്ലാത്തവരിലും കാണുന്ന ഹൃദ്രോഗത്തിന് എങ്ങനെ നമുക്ക് തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ അപകട സാധ്യത തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ചാടിക്കേറി പറയും കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഷുഗർ ലെവൽ, അല്ലെങ്കിൽ BP ലെവൽ എന്നൊക്കെ പറയും. ഇവയെല്ലാം പ്രധാനപ്പെട്ടവയാണ്. പക്ഷെ അടുത്ത കാലത്ത് ശാസ്ത്രം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക ഘടകം തിരിച്ചറിയാൻ സാധിച്ചാൽ ലോങ് ടേം ഇൻഫ്ലമേഷൻ തിരിച്ചറിയാൻ സാധിക്കുന്ന, അതിനു വേണ്ടിയുള്ള വീഡിയോനായിട്ട് കാത്തിരിക്കുക. ഇത് കണ്ട എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായിരുന്ന ശ്രീനിവാസൻ സർ, ഞാൻ സർ എന്ന് വിളിക്കും അദ്ദേഹത്തിന്, ചേട്ടൻ എന്ന് വിളിക്കാൻ മാത്രം യോഗ്യത എനിക്കില്ല. ശ്രീനിവാസൻ സാറിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഡയബറ്റിക് കെയർ ഇന്ത്യ ഇതിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.